ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഫേസ്ബുക്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് മൾട്ടിപ്പിൾ ആയിട്ട് വീഡിയോസ് അല്ലെങ്കിൽ റീൽസ് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം എന്നതിനെ കുറിച്ചാണ്. ചില ആൾക്കാർ വൈകുന്നേരം മാത്രം ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ചില ആൾക്കാർ രാവിലെ മാത്രം ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പം ആ ടൈമിന് വെച്ചിട്ട് നമുക്ക് എപ്പോഴും എല്ലാ ദിവസവും ഒരേ ടൈമിന് നമുക്ക് റീൽ അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടണം എന്നില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുക, നമ്മളുടെ ഗാലറിയിൽ ഓൾറെഡി വീഡിയോസും അല്ലെങ്കിൽ റീൽസ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ 10 റീലോളം അല്ലെങ്കിൽ 10 വീഡിയോളം 10 ദിവസത്തേക്ക് നെക്സ്റ്റ് 10 ദിവസത്തേക്ക് ഷെഡ്യൂൾ ഇന്ന ടൈമിന് ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും നോക്കണ്ട, അത് ഓട്ടോമാറ്റിക് ആയിട്ട് പോകുന്നതായിരിക്കും. അപ്പം അതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനിയും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് പ്രൊഫൈൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണുന്ന ഈ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ അനലിറ്റിക്സിന്റെ തൊട്ട് സൈഡിൽ തന്നെ കണ്ടന്റ് കാണാൻ സാധിക്കും. ഈ കണ്ടന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈബ്രറിയുടെ തൊട്ടടുത്ത് തന്നെയായിട്ട് നമുക്ക് അപ്ലോഡ് വീഡിയോസ് കാണാൻ സാധിക്കും. ഈ അപ്ലോഡ് വീഡിയോസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം അപ്ലോഡ് മൾട്ടിപ്പിൾ വീഡിയോസ് അറ്റ് വൺസ്. ഒറ്റ ടൈമിൽ തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം. നമുക്ക് തൊട്ട് താഴെ തന്നെ ഇവിടെ കാണാം അപ്ലോഡ് അപ് ടു 10 വീഡിയോസ് അറ്റ് വൺ ടൈം ഈവൻ ഇഫ് യു ആർ നോട്ട് റെഡി ടു പബ്ലിഷ്. നമ്മൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ടൈം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി പിന്നെ ഷെഡ്യൂൾ ചെയ്തിട്ട് വെക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ മാറ്ററൊക്കെ ഉണ്ട്, ഇതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ മാറ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സൗകര്യാർത്ഥം വായിച്ചു നോക്കാം. എന്നിട്ട് തൊട്ട് താഴെ നമുക്ക് ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ അത് നമ്മുടെ ഗാലറിയിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഇവിടെയുള്ള വീഡിയോ നമുക്ക് ഏത് വീഡിയോ ആണ് വേണ്ടത് ആ വീഡിയോക്ക് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തു, അതിൻ്റെ കൂടെ തന്നെ പിന്നെ സെക്കൻഡ് ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തു, പിന്നെ തൊട്ട് താഴെ പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് ഇപ്പം നിലവിൽ ഞാൻ 3 ചെയ്തതിനു ശേഷം നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. എന്നിട്ട് നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള ഈ എഡിറ്റിംഗ് എന്നുള്ള ഈ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ #ൽ ഇട്ട് കൊടുക്കുക. നമുക്ക് ടാഗ് പീപ്പിൾ ആരായിട്ട് നമുക്ക് വേറെ ആരെങ്കിലും ടാഗ് ചെയ്യണമെങ്കിൽ ചെയ്യുക. പിന്നെ ആയിട്ട് ബന്ധപ്പെട്ട മാറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൺ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ഇവിടെ പബ്ലിക്കിൽ തന്നെ കാണണം. ഇവിടെ പബ്ലിക് ഓൾറെഡി ഉണ്ട്, നമ്മൾ ആക്കി വെച്ചുകൊണ്ട്. പിന്നെ ഷെഡ്യൂളിംഗ് ഓപ്ഷൻ. അപ്പോൾ ഇവിടെ ഷെഡ്യൂൾ ചെയ്യേണ്ട ഭാഗത്ത് നമുക്ക് ഏത് ഡേറ്റിനാണ് വേണ്ടത് ആ ഡേറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടൈമും അതുപോലെ തന്നെ ഡേറ്റ് ഒക്കെ കാണാൻ സാധിക്കും. അത് ഇന്ന് ഞാനിത് ഷെഡ്യൂൾ ചെയ്ത് വെച്ച് വിചാരിച്ചോ, ഇത് 13-ാം തീയതി ജനുവരി 13-ന് ഓക്കെ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് എന്നിട്ട് ഓക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടൈം ഏത് ടൈമിനാണ് വേണ്ടതെന്ന് നോക്കും. അപ്പോൾ 5 മണിക്ക് ഞാൻ 5 PM ആക്കിയിട്ട് നമ്മളിവിടെ 5 PM നമ്മളിവിടെ ഓക്കെ അടിച്ചിട്ട് നമ്മൾ സേവ് അടിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ വീഡിയോ നമുക്ക് കഴിഞ്ഞ് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞ്. പിന്നെ നമ്മളിവിടെ തൊട്ട് താഴെ നെക്സ്റ്റ് റീൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് സെലക്ട് ചെയ്തിരിക്കുന്ന വീഡിയോയിലേക്ക് പോകുന്നതായിരിക്കും. കണ്ട, ഞാൻ രണ്ടാമത് സെലക്ട് ചെയ്തിരിക്കുന്ന വീഡിയോയിലേക്ക് പോയി. പിന്നെ ഞാൻ നിങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ പറയാൻ വിട്ടുപോയി. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഏത് ഭാഗമാണ് നമുക്ക് തമ്പനെയിലായിട്ട് വേണ്ടത് ആ ഭാഗം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി അഥവാ നമുക്ക് ഗാലറിയിൽ വേറെ ഏതെങ്കിലും സെറ്റാക്കി വെച്ചിരിക്കുന്ന തമ്പനെയിലാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെയുള്ള ചൂസ് എ ഡിഫറെൻറ്റ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയിൽ പോകുന്നതായിരിക്കും. അവിടുന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോ നമ്മൾ ഇതിൻ്റെ സൈസിനനുസരിച്ചിട്ട് എഡിറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതും സെലക്ട് ചെയ്തിട്ട് കൊണ്ടുവരാം ഇവിടെ. ഓക്കെ, അതിനുശേഷം ഇവിടെ സേവ് അടിച്ച് കഴിഞ്ഞാൽ അവിടെ ആ കമ്പനിയിൽ വരുന്നതായിരിക്കും. പിന്നെ നമ്മളിവിടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, ആരായിട്ട് ടാഗ് ചെയ്യണമെന്ന് ടാഗ് ചെയ്യുക, പിന്നെ ആയിട്ട് ബന്ധപ്പെട്ട് മാറ്റർ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. പിന്നെ ഇവിടെ പബ്ലിക് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഷെഡ്യൂൾ ചെയ്യേണ്ട ദിവസം ഷെഡ്യൂൾ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ കൂടി നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. ഇത് ഇന്നിപ്പോൾ 13-ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ 14-ാം തീയതി ഞാൻ വെച്ച് ഓക്കെ കൊടുത്ത് എന്നിട്ട് 14-ാം തീയതി 5 മണിക്ക് അതേ 5 PM തന്നെ വീണ്ടും നമ്മൾ സെറ്റ് അടിച്ചു. ഓക്കെ, അപ്പോൾ 14-ാം തീയതിൻ്റെ വീഡിയോ കൂടി നമുക്ക് ഇവിടെ ഷെഡ്യൂളായി കിട്ടി. ഇനി നമ്മൾ നെക്സ്റ്റ് റീൽ വീണ്ടും കൊടുക്കാം. നെക്സ്റ്റ് റീൽ പോയി കഴിഞ്ഞാൽ ഞാൻ 3-ാമത് സെലക്ട് ചെയ്തിരിക്കുന്ന വീഡിയോ ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ടുമോറോ 5 PM നമ്മൾ ഈ വീഡിയോ ഷെയർ ആവുന്നതായിരിക്കും. നെക്സ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഞാൻ 3-ാമത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന വീഡിയോ ഈ 3-ാമത് നമ്മൾ അതേപോലെ തന്നെ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് 15-ാം തീയതി ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് 15-ാം തീയതി ഷെയർ ആവുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ 10 റീലോളം അല്ലെങ്കിൽ 10 വീഡിയോളം നമുക്ക് കണ്ടിന്യൂ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ടൈമിന് തന്നെ 5 മണി ആ സമയത്ത് തന്നെ നമുക്ക്
ഏതെങ്കിലും ചിലപ്പോൾ ഡ്രൈവിങ്ങിലായിരിക്കും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫംഗ്ഷനിലായിരിക്കും ഉണ്ടാകുന്നത്. ആ ടൈമിൽ നമുക്ക് തിരക്കോട് കൂടി നമുക്ക് ചെയ്യണമെന്നില്ല. അത് ആ ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഷെയർ ആയി കൊണ്ടിരിക്കുന്നതായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനി നിങ്ങളുടെ മുന്നിൽ വന്നിട്ടിരിക്കും. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ. ജയ് ഹിന്ദ്.